ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഡേ 2 ലണ്ടനാണ്. അപ്പം രാവിലെ ഞങ്ങൾ റെഡിയായി ഒരുങ്ങിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്യണമെന്ന് വെച്ചാൽ ലണ്ടൻ ബ്രിഡ്ജ് ലണ്ടനായി, പിന്നെ ഇന്നത്തെ ഫയർ വർക്ക്, അതാണ് മെയിൻ. അത് കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഫയർ വർക്കിൻ്റെ ടിക്കറ്റ് എടുത്തിട്ടാണ് ഇങ്ങോട്ട് മെയിനായിട്ട് വന്നത് തന്നെ. അപ്പം അതിന്ന് രാത്രി 12 മണിക്കാണ്, അപ്പോഴാണ് അതിൻ്റെ ടൈം. അപ്പോൾ ഇനിയിപ്പം റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. ഫുഡ് അടിക്കണം, നേരെ തന്നെ ടൗണിലോട്ട്. ഇവിടെ നിന്ന് ഒരു 3.5 മൈലുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് എത്തിയിട്ട് വിശേഷങ്ങളൊക്കെ ഫുഡ് അടിക്കാൻ കാരണം അടുത്തത് അതാണ് ഫസ്റ്റ് പരിപാടി. ലണ്ടൻ ബ്രിഡ്ജിലോട്ട് ഇവിടുന്ന് കുറച്ച് ഒരു അരമണിക്കൂർ നടക്കാനുണ്ട്. ഇവിടെ ഫുഡ് ഇന്നലെ രാത്രി കഴിച്ച കട ക്ലോസ്ഡ് ആണ്. അപ്പം ഓൾമോസ്റ്റ് എല്ലാ കടയും ഓപ്പൺ ആയി വരുന്നതേ ഉള്ളൂ, തുറന്നിട്ടില്ല, തുറന്ന് വരണതേ ഉള്ളൂ കടകളൊക്കെ. ഫൈനലി ഞങ്ങൾ നടന്ന് ഞങ്ങൾ അവിടെയാണ് ആ കാണുന്നിടത്താണ് പോകാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഞങ്ങൾ വന്ന ബ്രിഡ്ജ് വേറെ ബ്രിഡ്ജായി. ഇതാണ് ലണ്ടൻ ബ്രിഡ്ജ്, അതാണ് ടവർ ബ്രിഡ്ജ്. അപ്പം നമ്മളിപ്പോൾ ലണ്ടൻ ബ്രിഡ്ജിലാണുള്ളത്. ഇതാണ് ലണ്ടൻ ബ്രിഡ്ജ് ഗൈസ്. അത് ടവർ ബ്രിഡ്ജ്. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണ്ടേ? ലണ്ടൻ ബ്രിഡ്ജും ടവർ ബ്രിഡ്ജും രണ്ടും രണ്ടാണെന്നാണ് താൻസി പറയുന്നത്. അതെ ഗൈസ്, ഇതാണ് നമ്മളിപ്പോൾ നിൽക്കുന്നതാണ് ലണ്ടൻ ബ്രിഡ്ജ്. ശരിക്കും ഇതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളതാണ് ടവർ ബ്രിഡ്ജ്. ശരിക്കും അതിനെയാണ് എല്ലാവരും ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറയണല്ലേ. അതിൽ ടവർ ഉള്ളത് കൊണ്ടായിരിക്കും അത് ടവർ ബ്രിഡ്ജ്. അത് എത്ര ടൈമിൻ്റെ ഇടയിൽ അത് ഓപ്പൺ ആക്കൂലേ, ബ്രിഡ്ജ് ഓപ്പൺ ആക്കും. നമ്മളെ നാട്ടിലാണെങ്കിൽ ഈ വെള്ളത്തിലൊക്കെ ഇപ്പോൾ നോക്കിയാൽ ഫുള്ള് വേസ്റ്റ് ആയിരിക്കും. ഇവിടെ ഒരൊറ്റ വേസ്റ്റ് കണ്ണിന് കാണാനില്ല വെള്ളത്തിലല്ലേ, ക്ലീൻ. നമ്മളെ നാട് മാറേണ്ട സമയമൊക്കെ അതിക്രമിച്ച്. ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു പാലത്തിൻ്റെ കണ്ടിരുന്ന്. പക്ഷേ അത് കാണാനുള്ള നല്ല വ്യൂ ഉണ്ട് അല്ലേ. അതൊരു ലോങ് നിന്ന് കാണാനുള്ള കിടിലൻ വ്യൂ ആണ് ഈ പാലം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം ഗൈസ്. അവിടെ ടവർ ബ്രിഡ്ജിലോട്ട് പോകും. അതിൻ്റെ അടുത്ത് തന്നെ സ്റ്റെയർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അവിടെ താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് നടന്നു പോകാനുള്ളൊരു വഴി. അയ്യോ, ഇത് വേറെ എവിടെ എത്തിയുടെ നമ്മൾ ഇതുവഴി പോകാൻ പറ്റുമല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ നേരെ താഴെ ഇറങ്ങി കഴിഞ്ഞാൽ ഇങ്ങനൊരു വഴിയുണ്ട് നമുക്കപ്പം. ഇങ്ങനത്തെ വഴിയിൽ ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് അങ്ങനെ നേരെ ഇങ്ങനെ പോവാം. അപ്പോൾ ടവർ ബ്രിഡ്ജിൻ്റെ അടുത്ത് എത്തുമെന്നാണ് നീ പറയണല്ലേ. എന്നാ അവിടെ പോയി ഫോട്ടോ എടുക്കാന്നാണ് പറഞ്ഞത്. ഇവിടെ നടന്നാൽ മതി, അങ്ങെത്തും. ടവർ ബ്രിഡ്ജിൻ്റെ എന്ന് വെച്ചാൽ കാണാൻ നല്ല ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള വ്യൂവിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ക്യാമറയിൽ കുറച്ചും കൂടി ദൂരെ ആയിരിക്കും ചിലപ്പോൾ അല്ലേ. ശരി, നമ്മൾ കണ്ണിന് കാണുമ്പോൾ കുറച്ചും കൂടി നല്ല അടുത്താണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ബ്രിഡ്ജിലോട്ട് കയറാനുള്ള പരിപാടി നോക്കണം. ബാ, ഇതിൻ്റെ മുകളിൽ ഇനി എങ്ങനെ പോകുന്ന ഒരു പിടുത്തമില്ല. അതാണ്ട് സ്റ്റെയർ കയറി പോകണം. അതാണ്ട് ഇവിടെ സ്റ്റെയർ ഉണ്ട്. നമ്മളിവിടെ തന്നെ സ്റ്റെപ്പ് കയറി ബ്രിഡ്ജിൽ കയറണം. വാ ഓടി വാ. അപ്പോൾ
ഫൈനലി ഞങ്ങൾ എത്തി ഗൈസ് ഇവിടെ. കൊട്ടി നോക്കണത് ഇരുമ്പാണെന്ന് തട്ടി നോക്കിയത്. ഇതിന്റെ സെന്ററിൽ പോകണ്ടേ? ബ്രിഡ്ജിന്റെ സെന്ററിൽ പോകണം. ഇതിന്റെ അപ്പുറത്ത് റോസ്, ഇതിന്റെ നടുക്ക് പോകണം. ബ്രിഡ്ജിന്റെ നടുക്ക് പോകണമെങ്കിൽ ആയിരത്തി 1886 തുടങ്ങിയിട്ട് 1894 കംപ്ലീറ്റ് ചെയ്തത്. 8 വർഷം നീണ്ട 8 വർഷത്തിൽ കംപ്ലീറ്റ് ചെയ്തത്. ചെലവായ തുക 1 ദശലക്ഷം പൗണ്ടിനടുത്താണ് ചിലവായത്. ഓ, എത്ര വർഷത്തെ പഴക്കമുണ്ടല്ലേ. സ്റ്റിൽ വണ്ടി ഓടണുണ്ട് നീ കൂടെ കൺമുന്നിൽ. ഒരു രക്ഷയില്ല കേട്ടാ. പാലം ഇത് മസ്റ്റ് ആയിട്ട് വന്ന് കാണണം അല്ലേ? ഇവിടെ UK ഇതുവരെയും കാണാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ വന്ന് മസ്റ്റായിട്ട് കാണണം. അത് നമ്മൾ വാക്കാൽ പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റൂല ഒരിക്കലും. ഡിസൈൻ അല്ലടേ, ഇതൊക്കെ തടിയാണതാ. ഇത് തടിയാണതാ. എങ്ങനെ ഇവരുണ്ടാക്കിയെന്നാണല്ലേ? ഗ്ലാസ് ബ്രിഡ്ജ്. അത് അല്ലേ ഭയങ്കരമായ ഒരു അത്ഭുതം തന്നെ അല്ലേ ഇത്? പറ, ഒരു രക്ഷയില്ല. ഒയ്യോ, എന്തൊരു സൗണ്ട് കേട്ടത്? ബസ്സാ? ഗ്ലൗസ് ഇത്രയും നേരം ഗ്ലൗസ് ഇടാൻ പറഞ്ഞിട്ട് ഇടാതെ നടന്ന് എൻ്റെ കൈതാ. എൻ്റെ ഒന്നെ ചുമന്നതാ, കൈ ചുമമായി. കൈ വേനെടുക്കണം, കൈ മടക്കാൻ പറ്റുന്നില്ല. 2 കൈയും ചുമമായി. കൈ അതാ ഗൈസ്, നമ്മുടെ വണ്ടി വന്നു. നമ്മൾ വണ്ടി കയറി. എന്ത് എടുക്കണം? ഞാനല്ലേ ഇത്ര നേരം ഇന്നലെ മൊത്തം ഇട്ടിരുന്നു. എന്നല്ല ഇടത്തിലാക്കിരുന്നോ? നമുക്ക് അവിടെ എത്തിയിട്ട് കുഞ്ഞു എന്ത് ചെയ്യാൻ പോവാ? ഐസ് സ്കേറ്റിംഗ്. ഓ, അറിയാമോ? അറിഞ്ഞൂടാ. വീഴും അവിടെ, വീഴും അവിടെ, അവിടെ കിടക്കും. കുഞ്ഞു അങ്ങനെ കളത്തിലോട്ട് ഇറങ്ങാൻ പോവുകയാണ് ഗൈസ്. കുഞ്ഞു, ആരും റെഡി? പേടിയാവുന്നുണ്ടോ? പേടിയാവണമെന്ന് വെച്ചാൽ ഇല്ല. പോയിട്ട് വാ. പിന്നെ പറ്റി പോയിട്ട് ആദ്യമായിട്ട് സ്കേറ്റിങ്ങിന് ഇറങ്ങി. Yes, you can.
കാലിൽ രണ്ട് സൈഡിൽ പോയാ പോയി. എന്താ ആവേശത്തിലൊന്ന് ഓടിക്ക 45 മിനിറ്റ് ഇതിൻ്റെ അകത്ത് നിന്നോണം. കണ്ട് കൈ പിടിക്കണോ? മുട്ടിടിച്ച് കിണുക്കുന്ന കേട്ട് വേനയാണോ? കുഞ്ഞു വേനയാണോ? നല്ല വേന എടുക്കണം. ഇറങ്ങ്. ഇനി അടുത്തത് ഗ്ലൗസ് ഒക്കെ ഇട്ട് വീണിട്ടും പിന്മാറാതെ കുഞ്ഞു മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഗ്ലൗസ് ഒക്കെ എടുത്തിട്ടിട്ടുണ്ട്. തോൽക്കുകയില്ല. എങ്ങനെയുണ്ട്? പഠിച്ചോ? It's too difficult. കാലകത്തെ അകത്ത് വെക്കണേ. കാലകത്തെ അകത്ത് വെക്കണം. ഇറങ്ങി നിന്ന് നോക്കാം, അപ്പൊ അറിയാം. 2 തവണയാണ് നാട്ടക്കണത്. എങ്ങനെ ഉണ്ടായിരുന്നോ? സാധനം കൊള്ളാം, പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പറ്റില്ല. എത്ര വട്ടം വീണു? 2 പ്രാവശ്യം. വലിയ വലിയ വീഴ്ചകളൊന്നും മുട്ടോടെ ഉണ്ടോ അതോ പോയ? അപ്പോൾ നമ്മൾ അതിമാരക സ്കേറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് വീണ് മുട്ടെല്ലാം തൊലിച്ച് വാരിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഹോട്ട് ചോക്ലേറ്റ് കഴിക്കാൻ പോകാമല്ലോ, കുടിക്കാൻ പോകാമല്ലോ. അതവിടെ ലൊക്കേഷൻ ഇട്ടല്ലേ? അപ്പോൾ ഇനി നടന്നോ. ഇപ്പോൾ ഫൈനലി നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഗൈസ്. ക്യൂ ഉണ്ട്. ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഇവിടുത്തെ ഹോട്ട് ചോക്ലേറ്റ് ഭയങ്കര സൂപ്പറാണ്. അപ്പം ഭയങ്കര എക്സൈറ്റഡ് ആണ് അത് കുടിക്കാൻ വേണ്ടിയിട്ട്. എന്താ അതിൻ്റെ അകത്തുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതിനകത്ത് ചോക്ലേറ്റ് ആണുള്ളത് അതിൽ. അങ്ങനെ ഒരു നീണ്ട കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ അകത്തോട്ട് കയറുകയാണ് ഗൈസ്. താങ്ക് യു. താങ്ക് യു. അപ്പം നമ്മുടെ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. തണുപ്പത്ത് ക്യൂ നിന്ന് കയ്യും കാലും മരവിച്ച് വാങ്ങിച്ച സാധനമാണ്. എങ്ങനെയുണ്ട് ട്രൈ ചെയ്ത് നോക്കാം. കൂടി നാളെയും വരാമേ കുടിക്കും.
Bergamo. Io ho la zia di Crescore Balneare. അലിഞ്ഞ് അലിഞ്ഞറിയോ ഞാൻ തിന്നാൻ ഒരു രക്ഷയില്ല 朋友听了他25岁都震惊了，因为我朋友听到这个事儿，他觉得他不知道多大，我爸25，他说25岁还这样，马上就要结婚了。我朋友说这老婆要受大罪，他跟他老婆的妈说，说呀，他怎么说呀？跟我妈说，不是我妈又不是你。Sei, ok. Piccola. Hanno piccolissime. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി നമ്മളുടെ കുഞ്ഞു വണ്ടി ഫയർ വർക്ക് നടക്കുന്നിടത്തോട്ട് പോകണം, സ്ഥലം കണ്ടുപിടിക്കണം. ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയും ഇവിടെ വലിയ ക്യൂ ആണ് ഗൈസ്. നേരത്തെ വന്നതുകൊണ്ട് ഇപ്പോഴെങ്കിലും കയറി കഴിച്ചിറങ്ങാൻ പറ്റി. വേണ്ട നടക്കാം. നീല പറഞ്ഞു എനിക്ക് നടക്കാൻ ഇഷ്ടമാണെന്ന്. നടക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പിടിക്കുന്ന അത് ഇതാ നടക്കാൻ ഇഷ്ടമുള്ള നടക്കാൻ. ഇപ്പം റിക്ഷ എവിടെ കൊടുക്ക്. Two. Thank you. താങ്ക് യു. ഓടി എന്തൊരു തട്ടിപ്പറിച്ച് ഓടിയത്. പോലീസുകാർ ചുമ്മാ നോക്കി നിൽക്കുന്നു. ആ പൊക്കി 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 പൊക്കി. Listen, just walk out for it, bud. Yeah. കയ്യിലുള്ള എല്ലാം ചെക്ക് ചെയ്യാനുണ്ട്. അവനെ എന്തായാലും പിടിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതെ പാവപ്പെട്ട ഓട്ടിച്ചിട്ട് പിടിച്ച് പോലെ ഹെൽപ്പ് ചെയ്യില്ലല്ലേ. നാട്ടിലൊക്കെ ആണെങ്കിലേ ഓടുമല്ലേ ആൾക്കാര്. പിടിച്ചവനാ ഇടിച്ച് തൂഫാനാക്കിട്ടല്ലേ പോലീസിന് കൊടുക്കുള്ളൂ. Beat me at
pool, and then she kissed me like there was nobody else in the room. As last orders were called was when she stood on the stool after dancing to Kaylee singing to trad tunes. I never heard Carrick Fergus never sung so sweet. I could play her in the bar using a beat for a beat. Oh, I could have that voice playing on repeat for a week. And then the night down the room's finished, she was singing to me. You know she I'm a dangerous man with some money in my pocket. Keep up. So many pretty girls around me and they're waking up. Keep up. Why you mad? Fix your face. One more time, London, if you know the words. Let's hear you sing. Players only. Come on, put your hands up to the moon. Girls, what you trying to do? What you trying to do? 21 karat magic in the air. We have less than 60 seconds of 2025. Who is ready for 2026? 10, 9, 8, 7. Here's what England means to me, the real England. When it's sunny, it's too hot. When it's cold, the weather's rubbish. England to me is a cup of tea. How many sugars? I'm sweet enough. England to me is Caribbean barbers with the sharpest trim. It's Christian neighbours saying Happy Hanukkah, mate, and Muslim mums saying Merry Christmas, love. And you think you're seeing flags now? Wait until the World Cup's on. Then you'll know about flags, my son. Because this is what England means to me. It's about loving each other, no matter what colour you are, where you're from, or who your God is. Because this is England. This is the United Kingdom. എങ്ങനെയുണ്ടായിരുന്നു ഫയർ വർക്ക്? ഫയർ വർക്ക്സ് ഒരു രക്ഷയില്ല. എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ? എക്സ്പ്ലെയിൻ ചെയ്യാൻ നാട്ടിലും വെടിക്കെട്ട് നമ്മളെ ഉത്സവത്തിനെല്ലാം കാണാൻ പോയിട്ടുണ്ട്. പക്ഷേ ഇത് അന്യായം എന്ന് പറഞ്ഞാൽ ഇത് എക്സ്ട്രീം ലെവൽ സാധനം. അപ്പം നമ്മൾ അവിടുന്ന് ഫയർ വർക്ക്സും കണ്ട് ഇനിയിപ്പം അങ്ങോട്ട് പുറത്തോട്ട് ഇവിടെ നിന്ന് എക്സിറ്റ് ആവാനുള്ള പരിപാടി നോക്കുകയാണ്. ഇവിടെ ടാക്സി എന്തായാലും ഇവിടെ നിന്ന് കിട്ടൂല. ഇനി ഇവിടെ നിന്ന് കുറച്ചും കൂടി പുറത്തോട്ട് പോകണം, എന്നാലേ ടാക്സി കിട്ടുള്ളൂ. അപ്പോൾ ടാക്സി പിടിക്കണം, റൂമെത്തണം. ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പം അതാണ് അടുത്ത പരിപാടി.
അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ.